Hi students, welcome to the class. അപ്പോൾ നമുക്ക് ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫോഴ്സിൻ്റെ വാല്യൂ F ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 R² ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ε0 എന്ന് പറയുമ്പോൾ 1/4πF Q1 Q2 R² ഈ ഫോമിലാവുമല്ലോ. അപ്പോൾ Q1 Q2 ചാർജ് യൂണിറ്റ് കൂളം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോഴ്സ് ന്യൂട്ടൺ, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ മീറ്റർ സ്ക്വയർ. സോ കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ആൻസർ ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് കണ്ടക്ടർ ജസ്റ്റ് ഔട്ട്സൈഡ് ദ കണ്ടക്ടർ ഈസ്. ഇപ്പോൾ കണ്ടക്ടറിന് പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ജസ്റ്റ് ഔട്ട്സൈഡ് ദ കണ്ടക്ടറാണ്. 0 ആൻഡ് പാരൽ ടു ദ സർഫസ് അറ്റ് എവരി പോയിന്റ് ഇൻസൈഡ് ദ കണ്ടക്ടർ. തെറ്റാണ്. 0 ആൻഡ് ഈസ് നോർമൽ ടു ദ സർഫസ് അറ്റ് എവരി പോയിന്റ് ഇൻസൈഡ് ദ കണ്ടക്ടർ. തെറ്റാണ്. പാരൽ ടു ദ സർഫസ് അറ്റ് എവരി പോയിന്റ് ആൻഡ് 0 ഇൻസൈഡ് ദ കണ്ടക്ടർ. ഓക്കെ, 0 ഇൻസൈഡ് ദ കണ്ടക്ടർ എന്നുള്ളത് ശരിയാണ്. പക്ഷേ 0 ഇൻസൈഡ് ദ കണ്ടക്ടർ എന്നുള്ളത് ശരിയാണ്. പക്ഷേ പാരൽ ടു ദ സർഫസ് അറ്റ് എവരി പോയിന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. നോർമൽ ടു ദ സർഫസ് അറ്റ് എവരി പോയിന്റ് ആൻഡ് 0 ഇൻസൈഡ് ദ കണ്ടക്ടർ ശരിയാണ്. കാരണം നമ്മളൊരു കണ്ടക്ടർ ഓഫ് എനി ഷേപ്പ് അതിൻ്റെ സർഫസിനോട് ചേർന്നുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എല്ലാം ഒന്നുകിൽ റേഡിയലി ഔട്ട്വേർഡ്സ് ആയിട്ട് സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കും, അല്ലെങ്കിൽ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് അകത്തേക്ക് വരും. എന്തായാലും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് σ/ε0 ആണ്. അത് 0 അല്ല. അപ്പോൾ അതുകൊണ്ട് നോൺ സീറോ ആണ് നിയർ ദ സർഫസ് ഓഫ് കണ്ടക്ടർ ജസ്റ്റ് ഔട്ട്സൈഡ്. അതായത് പുറത്ത് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി σ/ε0 ആണ്, സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ നോർമൽ ടു ദ സർഫസ് അറ്റ് എവരി പോയിന്റ് ആൻഡ് 0 ഇൻസൈഡ് ദ കണ്ടക്ടർ. ഇൻസൈഡ് ദ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എപ്പോഴും 0 ആയിരിക്കും. അത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ തിയറിയിൽ പഠിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി ടു എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കത്തില്ല, 0 ആയിരിക്കത്തില്ല. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നോൺ 0 ആയിരിക്കും. അതുപോലെ ഡൈപോൾ എന്ത് ചെയ്യുകയും ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, കാരണം അതിനകത്ത് ടോർക്ക് ആക്ട് ചെയ്യും. സോ എ ട്രാൻസ്ലേഷൻ ഫോഴ്സ് ഓൺലി ഇൻ ദ ഡയറക്ഷൻ നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്, എ ടോർക്ക് ആസ് വെൽ ആസ് എ ട്രാൻസ്ലേഷൻ ഫോഴ്സ്. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ടോർക്കും ഉണ്ടാവും, ട്രാൻസ്ലേഷൻ ഫോഴ്സും ഉണ്ടാവും. നെക്സ്റ്റ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസസിൻ്റെ കണ്ടീഷൻ നമുക്കറിയാം. ആർ ക്ലോസ്ഡ് ഇൻ റീജിയൻ ഓഫ് ലാർജ് ഇലക്ട്രിക് ഫീൽഡ് കമ്പയർഡ്സ് ടു റീജിയൻ ഓഫ് ലോവർ ഇലക്ട്രിക് ഫീൽഡ്. ശരിയാണ്. ലാർജ് ഇലക്ട്രിക് ഫീൽഡുള്ള സ്ഥലങ്ങളിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ക്ലോസ്ഡ് ആയിരിക്കും, അതായത് ക്ലോസ് ആയിരിക്കും, വളരെയധികം അടുത്തിരിക്കും. ഓക്കെ, വിൽ ബി മോർ ക്രൗഡഡ് നിയർ ഷാർപ്പ് എഡ്ജസ് ഓഫ് എ കണ്ടക്ടർ. ഓക്കെ, അതായത് കണ്ടക്ടറിൻ്റെ ഷാർപ്പ് എഡ്ജസിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്തായിരിക്കും, ക്രൗഡഡ് ആയിരിക്കും. ശരിയാണ്. കാരണം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടക്ടറിന് നിയർ സർഫസ്, അതായത് സർഫസിനോട് ചേർന്നുള്ള പോയിന്റുകളെല്ലാം ഇക്വിപൊട്ടൻഷ്യലാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ക്രൗഡഡ് ആയിരിക്കും. അത് ശരിയാണ്. വിൽ ഓൾവേസ് ബി ഈക്വലി സ്പേസ്ഡ്, അത് തെറ്റാണ്. അപ്പോൾ ബോത്ത് 1 and 2 ആർ കറക്റ്റ്. അപ്പോൾ ക്ലോസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലത്ത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ക്ലോസ്ഡ് ആയിരിക്കും. മറ്റേതാണെങ്കിൽ ലോവർ ഇലക്ട്രിക് ഫീൽഡിൽ കുറച്ചുകൂടെ സ്പേസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇലക്ട്രിക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈക്വലി സ്പേസ്ഡ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഇൻ എ റീജിയൻ ഓഫ് കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം. തെറ്റാണ്. ഇലക്ട്രിക് ഫീൽഡ് 0. ശരിയാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു -dV/dr ആണ്. അപ്പോൾ V കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇയുടെ വാല്യൂ എന്താവും, 0 ആവും. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. പിന്നെ ദെയർ ക്യാൻ ബി നോ ചാർജ് ഇൻസൈഡ് ദ റീജിയൻ, അതും ശരിയാണ്. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്. ബോത്ത് 2 and 3 ആർ കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഫോർത്ത് ഓപ്ഷൻ പക്ഷേ ബോത്ത് 2 and 3 ആർ കറക്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ്, SI യൂണിറ്റ് ഓഫ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ്. SI യൂണിറ്റ് ഓഫ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഫ്ലക്സ് ആണ്, ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് φE എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് വോൾട്ട് പെർ മീറ്റർ. ഓക്കെ, വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ നമുക്ക് ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ കിട്ടും. അപ്പോൾ യൂണിറ്റ് എന്ത് വരും, വോൾട്ട് മീറ്റർ വരും. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്, വോൾട്ട് മീറ്റർ.
നെക്സ്റ്റ്, ദ നെഗറ്റീവ് ഇലക്ട്രിക് ഫ്ലക്സ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ നെറ്റ് ഫ്ലക്സ് ത്രൂ ദ സർഫസ് ഈസ് ഇൻവേർഡ്. ഇലക്ട്രിക് ഫ്ലക്സ് നെഗറ്റീവ് ആണെങ്കിൽ നെറ്റ് ഫ്ലക്സ് എങ്ങോട്ടാണെന്നർത്ഥം? ഇൻവേർഡ് ആണെന്നർത്ഥം. പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്വേർഡ് ആയിരിക്കും. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 8. ഇഫ് എ യൂണിറ്റ് ചാർജ് ഈസ് ടേക്കൺ ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഓവർ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ വർഡണിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. കാരണം വർഡൺ ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അതുകൊണ്ട് വർഡണിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നോ വർക്ക് ഈസ് ഡൺ. ആൻസർ ഓപ്ഷൻ 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. The total electric flux leaving a spherical surface of radius 1 cm and surrounding an electric dipole. അപ്പോൾ ഇലക്ട്രിക് ഡൈപോളിനെ എൻക്ലോസ് ചെയ്യുന്ന ഒരു സർഫസിൽ, അതായത് സ്ഫെറിക്കൽ സർഫസിൽ നിന്ന് ലീവ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. സോ നമുക്കറിയാം ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലൺ 0 ആണ്, ഗോസ് തിയറം. ഇവിടെ ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറയുന്ന വാല്യൂ എന്താണ്? 0 ആണ്. കാരണം ഇലക്ട്രിക് ഡൈപോളിൻ്റെ നെറ്റ് ചാർജിൻ്റെ വാല്യൂ 0. അതുകൊണ്ട് ഫ്ലക്സിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 10. ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എമർജിങ് ഫ്രം എ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസിങ് ആൻ ആൽഫ പാർട്ടിക്കിൾ ഈസ് ഇലക്ട്രോണിക് ചാർജ് ഇ. അപ്പോൾ ഇവിടെ എന്തായാലും ക്യൂ എൻക്ലോസ്ഡ്, ആൽഫ പാർട്ടിക്കിളിനാണല്ലോ എൻക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് ഇലക്ട്രോണിക് ചാർജാണ്. കാരണം 2He4 ആണ്, 2 പ്രോട്ടോൺ ആണുള്ളത്. അതുകൊണ്ട് ഇലക്ട്രോണിക് ചാർജ് 2E വരും. അപ്പോൾ നമുക്കറിയാം ഫ്ലക്സ് φ ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലൺ 0, ഗോസ് തിയറം. അപ്പോൾ ഇവിടെ ക്യൂ എൻക്ലോസ്ഡ് 2E ഡിവൈഡഡ് ബൈ എപ്സിലൺ 0. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. 2E ഡിവൈഡഡ് ബൈ എപ്സിലൺ 0. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 11. ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ. ഇപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ C is equal to epsilon 0 A/D ആണ് ഫോർ എയർ കോർഡ് കപ്പാസിറ്റർ. എയർ കോർഡ് കപ്പാസിറ്റർ അല്ല ഡൈലക്ട്രിക് ഉണ്ടെങ്കിൽ ഇക്വേഷൻ C is equal to epsilon 0 Ka/D. സോ ഡിപ്പെൻഡ്സ് ഓൺ K, അതായത് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്, അതായത് മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. എ എന്ന് പറയുന്ന ഏരിയ ഓഫ് ദ പ്ലേറ്റ്, ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്. അപ്പോൾ ഏരിയ ഓഫ് ദ പ്ലേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ മെറ്റൽ ഓഫ് ദ പ്ലേറ്റ്സിന് ഇൻഡിപെൻഡൻ്റ് ആണ്, അതായത് മെറ്റീരിയൽ ഓഫ് ദ പ്ലേറ്റിന് ഇൻഡിപെൻഡൻ്റ് ആണ്. So answer option 4. Next, question number 12. What fraction of energy drawn from the charging battery is stored in a capacitor? അപ്പോൾ ഒരു ചാർജിങ് ബാറ്ററിയിൽ നിന്ന് ഡ്രോൺ ചെയ്യുന്ന എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് W is equal to QV ആണ്. കാരണം ഇത്രയും വർക്ക് ബാറ്ററി ചെയ്യുന്നുണ്ട് ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ½ QV ആണ്, അല്ലേ? അതായത് ½ CV² which is equal to ½ QV. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 50% എനർജി മാത്രമേ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്നുള്ളൂ, ബാക്കി 50% വേസ്റ്റായി പോകും. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്, 50%. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 13. 3 capacitors of capacitance 12 microfarad each are available. The minimum and maximum capacitance which may be obtained from these are. അപ്പോൾ മിനിമം കപ്പാസിറ്റൻസ് ആണെങ്കിൽ, മിനിമം കപ്പാസിറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ for minimum capacitance they should be in series. capacitors series ആയിരിക്കണം. അപ്പോൾ 1/C effective is equal to 1/12 plus 1/12 plus 1/12. that means 3/12 which is equal to 1/4. so C effective is equal to 4 microfarad. for maximum capacitance ആണെങ്കിൽ എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. സോ പാരലൽ ആണെങ്കിൽ C effective is equal to C1 plus C2 plus C3 which is equal to 12 plus 12 plus 12 which is equal to 36 microfarad. So answer 4 microfarad and 36 microfarad. Next, question number 14. N capacitors each having capacitance C and breakdown voltage V are joined in parallel. The capacitance and the breakdown voltage of the combination is. അപ്പോൾ ആദ്യം കപ്പാസിറ്റേഴ്സിനെ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. പിന്നെ C എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ C+ എറ്റ്സെട്ര അപ് ടു N. ഓക്കെ, അതുകൊണ്ട് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് N ടൈംസ് C ആയിരിക്കും. സോ N ടൈംസ് C ആൻഡ് V, അതായത് കപ്പാസിറ്റൻസ് N ടൈംസ് ആവും, വോൾട്ടേജ് സെയിം തന്നെ കാരണം പാരൽ കോമ്പിനേഷൻ ആണ്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 15. കറണ്ട് ഡെൻസിറ്റി ഈസ് എ വെക്ടർ. അത് നമുക്കറിയാം, നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിക്കുന്നതാണ്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. The terminal potential difference of a cell is greater than its EMF when it is in, അതായത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇ എം എഫിനേക്കാളും കൂടുതലാവണം. അപ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ഐ ആർ എന്നാവുന്നത് എപ്പോഴാണ്? ചാർജിങ് ആകുമ്പോഴാണ്. അപ്പോൾ ബീയിങ് ചാർജ്ഡ് സെല്ല് ചാർജ് ചെയ്യുന്ന സമയത്ത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇ എം എഫിനേക്കാളും കൂടുതലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. ഇഫ് ദ ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി ബി എൻ ആൻഡ് റിട്ടാർഡേഷൻ ടൈം അല്ല കേട്ടോ, റിലാക്സേഷൻ ടൈമാണ്. റിലാക്സേഷൻ ടൈം ബി ടോ, ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് എ കണ്ടക്ടർ മേ ബി എക്സ്പ്രസ്ഡ് ആസ്. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എൻ ഇ സ്ക്വയർ ടോ ഡിവൈഡഡ് ബൈ എം ഇ ആണ്. ഇത് നമ്മൾ ഡെറിവേഷൻ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എൻ ഇ സ്ക്വയർ ടോ ഡിവൈഡഡ് ബൈ എം എന്നാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റിയുടെ. സോ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ ഇ സ്ക്വയർ ടോ ഡിവൈഡഡ് ബൈ എം ഇ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. റെസിസ്റ്റൻസ് ഓഫ് എ റോഡ് ഈസ് 1 ohm. ഇറ്റ് ഈസ് ബെൻഡ് ഇൻ ടു എ സ്ക്വയർ. ദ റെസിസ്റ്റൻസ് അക്രോസ് അഡ്ജസൻറ്റ് കോർണേഴ്സ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ റോഡിനെ ബെൻഡ് ചെയ്ത് നമ്മൾ സ്ക്വയർ ആക്കി, എന്നിട്ട് ഈ അഡ്ജസൻറ്റ് കോർണേഴ്സിനിടയ്ക്കുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് 1/4 ohm ആയിരിക്കും, ഇതിൻ്റെ റെസിസ്റ്റൻസ് 1/4 ohm ആയിരിക്കും, ഇതിൻ്റെ റെസിസ്റ്റൻസ് 1/4 ohm ആയിരിക്കും, ഇതിൻ്റെ റെസിസ്റ്റൻസ് 1/4 ohm ആയിരിക്കും. ഈ 3 1/4 ohm റെസിസ്റ്ററുകളും സീരീസാണ്. അപ്പോൾ സീരീസ് ആയതുകൊണ്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും സമ്മ് വരുമല്ലോ. അപ്പോൾ 3/4 വരും. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു 3/4 ohm റെസിസ്റ്റൻസ് ഉള്ള കണ്ടക്ടർ, പിന്നെ ഇവിടെ ഒരു 1/4 ohm റെസിസ്റ്റൻസ് ഉള്ള കണ്ടക്ടർ എ ബി. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 3/4 എന്ന് പറയുമ്പോൾ 4/3 വരും, പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/4 എന്ന് പറയുമ്പോൾ 4 വരും. സോ 16 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് മീൻസ് R ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 16 ohm. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്, 3 ഡിവൈഡഡ് ബൈ 16 ohm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. എ വയർ ഓഫ് റെസിസ്റ്റൻസ് R ഈസ് സ്ട്രെച്ച്ഡ് till length is increased to n times its original length, then the new resistance will be. അപ്പോൾ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു റോ എൽ ഡിവൈഡഡ് ബൈ എ ആണ്. ലെങ്ത് എൽ ഡാഷ് എന്ന് പറയുന്നത് n ടൈംസ് എൽ ആവും. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ഡാഷ് എന്ന് പറയുന്നത് A/n ആവും, കാരണം വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ വോളിയം ഈസ് ഈക്വൽ ടു A ഇൻറ്റു എൽ ആണല്ലോ. അപ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ ലെങ്ത് n ടൈംസ് ആയാൽ ഏരിയ A/n ആവും. സോ പുതിയ റെസിസ്റ്റൻസ് R ഡാഷ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൻ എൽ ഡിവൈഡഡ് ബൈ A/n. ദാറ്റ് മീൻസ് n സ്ക്വയർ ഇൻറ്റു റോ എൽ ബൈ എ. ദാറ്റ് മീൻസ് n സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് R. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്, n സ്ക്വയർ ഇൻറ്റു R വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട്. അപ്പോൾ പിക്കും ക്യൂവിനും ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഈ 3 ohm റെസിസ്റ്റൻസും ഈ 3 ohm റെസിസ്റ്റൻസും പാരലാണ്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് ഇവിടെ ഒരു 2 ohm ഉണ്ട്, ഇവിടെ ഒരു 3 ohm ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 2 ohm ഉണ്ട്. പി ക്യൂ ഈ രണ്ട് 1 ohm 3 ohm റെസിസ്റ്റേഴ്സിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/3 പ്ലസ് 1/3 നമുക്ക് 2/3, ദാറ്റ് മീൻസ് R ഈസ് ഈക്വൽ ടു 3/2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു 3/2 ohm റെസിസ്റ്റൻസ് വരും. ഓക്കെ, അപ്പോൾ ഇനി ഈ 3/2 ohm റെസിസ്റ്റൻസും ഈ 3 ohm റെസിസ്റ്റൻസും പാരലല്ലേ. അപ്പോൾ ഇക്വേഷൻ ഈ ഫിഗർ ഇങ്ങനെ ആവുമല്ലോ, 2 ohm പിന്നെ ഇവിടെ ഒരു 2 ohm പി ക്യൂ. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ 1/3 പ്ലസ് 2/3, ദാറ്റ് മീൻസ് 3/3. സോ R ഈസ് ഈക്വൽ ടു 1 ohm എന്ന് നമുക്ക് ആൻസർ വരും. എന്ന് വെച്ചാൽ ഇവിടെ ഒരു 1 ohm റെസിസ്റ്റർ വരും. സോ R എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 1 പ്ലസ് 2, 5 ohm. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്, 5 ohm റെസിസ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് അസേർഷൻ റീസൺ. ദ റെസിസ്റ്റൻസ് ഓഫ് എ സൂപ്പർ കണ്ടക്ടർ ഈസ് 0. ശരിയാണ്, സൂപ്പർ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് 0 ആണ്.
ദ സൂപ്പർ കണ്ടക്ടേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക് പവർ. അതും ശരിയാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷേ താഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് മുകളിലത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. സോ ആൻസർ ഓപ്ഷൻ 2. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഓക്കെ, നെക്സ്റ്റ് 22. ദ ഡയമെൻഷൻസ് ഓഫ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് അതായത് മ്യൂസിയറോടെ ഡയമെൻഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അതും പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു ഇക്വേഷൻ യൂസ് ചെയ്യിക്കാം. അതായത് എഫ് ഈസിക്കൽ ടു ഫോഴ്സ് ഈസിക്കൽ ടു μ0/4π m1 m2 ഡിവൈഡഡ് ബൈ r² ആണ്. അതായത് ഫോഴ്സ് ബിറ്റ്വീൻ ടു പോൾസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ്, അതായത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എം എൽ T⁻². ഓക്കെ, എം എൽ T⁻². ഇനി μ0യുടെ ഡയമെൻഷൻ ആണ് നമുക്ക് വേണ്ടത്. 4πക്ക് ഡയമെൻഷൻ ഇല്ല, അപ്പോൾ ഡയമെൻഷൻ ഓഫ് μ0 വേണം. പിന്നെ പോൾ സ്ട്രെങ്തിൻ്റെ യൂണിറ്റ് ആംപിയർ മീറ്റർ ആണ്. അപ്പോൾ രണ്ട് പേര് വരുന്നതുകൊണ്ട് ആംപിയർ² മീറ്റർ², അതായത് AL² ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു L² വരും. L² കട്ട് ചെയ്ത് പോകും. അപ്പോൾ μ0യുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം എൽ T⁻², A⁻². സോ എം എൽ T⁻², A⁻². ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. Consider a tightly wound 100-turn coil of radius 10 cm carrying a current of 1 ampere. What is the magnitude of field at the center of the coil? അപ്പോൾ സെൻറ്റർ ഓഫ് ദ കോയിലിലെ ഫീൽഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ B = μ0 Ni ഡിവൈഡഡ് ബൈ 2R ആണ്. അപ്പോൾ μ0യുടെ വാല്യൂ 4π × 10⁻⁻7 ആണ്. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് 100 ടേൺസ് ഒന്ന് തന്നിട്ടുണ്ട്. കറണ്ടിൻ്റെ വാല്യൂ 1 ആംപിയർ ആണ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്, റേഡിയസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 10 × 10⁻² മീറ്ററിലാക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇവിടുന്ന് 10⁻², 10⁻7 കട്ട് ചെയ്ത് ഇവിടെ 10⁻5 വരും. ഇതും കൂടെ കട്ട് ചെയ്ത് ഇവിടെ ഒരു 10 കിട്ടും. 4ഉം 2ഉം കൂടെ കട്ട് ചെയ്ത് ഇവിടെ ഒരു 2π വരും. 2π × 10⁻⁻4 ടെസ്ല. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. 2π × 10⁻⁻4 ടെസ്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. എ കറണ്ട് ക്യാരിങ് വയർ ഇൻ ദ നെയ്ബർഹുഡ് പ്രൊഡ്യൂസേഴ്സ്. കറണ്ട് ക്യാരിങ് വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ക്ലോസ് ടു എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിങ് കറണ്ട് വിൽ ബി. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾക്കറിയാം, കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. അത് ആ വയർ നിൽക്കുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ സർക്കുലർ ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ കണ്ടക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ് ഈസ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ് എന്ന് പറയുമ്പോൾ സോളിനോയിഡിൻ്റെ ഇക്വേഷൻ, ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ B = μ0 Ni ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതായത് μ0 N/L × I. അപ്പോൾ ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത് തെറ്റാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ശരിയാണ്. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് തെറ്റാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27. എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ഓൺ എ സ്റ്റേഷനറി ഇലക്ട്രോൺ, ദെൻ ഇലക്ട്രോൺ റിമൈൻ സ്റ്റേഷനറി. കാരണം ഇലക്ട്രോൺ സ്റ്റേഷനറി ആണ്. അപ്പോൾ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്താലും മാഗ്നറ്റിക് ഫീൽഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് F = QVB sin θ ആണ്. അപ്പോൾ ഇവിടെ വിയുടെ വാല്യൂ 0 ആയിക്കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ ചാർജ് എന്ത് ചെയ്യും? സ്റ്റേഷനറി ആയിട്ട് തന്നെ ഇരിക്കും. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28. എ പ്രോട്ടോൺ or charged particle moving with the velocity v is acted upon by electric field and magnetic field. The proton will move undeflected. അപ്പോൾ പ്രോട്ടോൺ അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ നമുക്കറിയാം, വെലോസിറ്റി സെലക്ടർ. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും എന്ത് ചെയ്യും? ബാലൻസ്ഡ് ആവും. സോ v = E/B ആയിരിക്കണം. അതായത് സ്പീഡ് ഓഫ് ചാർജ് = ഇലക്ട്രിക് ഫീൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കണം. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. എ സ്ക്വയർ ഓഫ് കണ്ടക്ടിങ് ലൂപ്പ് ഓഫ് സൈഡ് ലെങ്ത് L ക്യാരീസ് എ കറണ്ട് I. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ലൂപ്പ്. ഓക്കെ, അതായത് ഒരു സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് ലെങ്ത് L, അതായത് ഇങ്ങനെ ഒരു സ്ക്വയർ ലൂപ്പ് ഉണ്ടാക്കുന്നു. സൈഡ് ലെങ്ത് L ആണ്. അപ്പോൾ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത് ഈ പോയിന്റിൽ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് L/2 ആണ്. ഓക്കെ, ഈ ആംഗിളും 45 ഡിഗ്രിയാണ്, ഈ ആംഗിളും 45 ഡിഗ്രിയാണ്.
അതേപോലെ ഇതും 45 ഡിഗ്രി വരും, ഇതും 45 ഡിഗ്രി വരും. ഈ കണ്ടീഷൻ നമുക്കറിയാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബി എന്ന് പറയുന്നത് 4 ഇൻറ്റു 3 വയേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു ദ പ്ലെയിൻ ആണ്. കാരണം ഇതുവഴി ഒരു കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഇങ്ങനെ ലൂപ്പിനകത്തൂടെ ഫ്ലോ ചെയ്യും. സോ ടോട്ടൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു ദ പ്ലെയിൻ ആണ്. സോ ബി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു μ0/4π I ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു സൈൻ φ1 പ്ലസ് സൈൻ φ2. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഒരു സ്ട്രെയിറ്റ് വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു 4. അപ്പോൾ നമുക്ക് 4 ഇൻറ്റു μ0 I ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു ഡിസ്റ്റൻസ് L/2 ഇൻറ്റു സൈൻ 45 പ്ലസ് സൈൻ 45 1/√2 പ്ലസ് 1/√2. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ √2. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഈ 2 അങ്ങ് ന്യൂമറേറ്ററിൽ പോവും. സോ ഇക്വേഷൻ എന്തായാലും 2 ന്യൂമറേറ്റർ പോയി 4ഉം 4ഉം ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നിങ്ങൾക്ക് μ0 I ഡിവൈഡഡ് ബൈ π ഇൻറ്റു L ഇൻറ്റു 2√2 എന്നൊക്കെയാണ് നമ്മൾക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ആക്ച്വലി ഇവിടെ ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. An electron of energy 2000 electron volt describe a circular path in magnetic field of flux density 0.2 Tesla. What is the radius of the path? Radius in the equation നമുക്കറിയാം, R is equal to mv/qb ആണ്. ഓക്കെ, mv/qb ആണ്. അപ്പോൾ R is equal to mv/qb ആണെങ്കിൽ v is equal to, അതായത് v കണ്ടുപിടിക്കണമെങ്കിൽ ഹാഫ് mv² is equal to half mv² is equal to kinetic energy k ആണ്. അപ്പോൾ v² is equal to 2k ഡിവൈഡഡ് ബൈ m ആണ്. v is equal to √2k/m വരും. സോ ഈ വാല്യൂ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റേഡിയസ് r is equal to m/qb ഇൻറ്റു √2k/m. സോ ഇവിടുത്തെ ഒരു m ക്യാൻസൽ ആയി പോയിട്ട് √2mk/qb എന്ന് കേട്ടോ. സോ നമ്മളെല്ലാവരുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് √2 ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ, അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾ ആൻഡ് ഇലക്ട്രോൺ ഓഫ് എനർജി. അപ്പോൾ ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇലക്ട്രോൺ ആകുമ്പോൾ മാസ് 9.1 ഇൻറ്റു 10⁻³ ഇൻറ്റു കൈനറ്റിക് എനർജി 2000 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ അത് ജൂളിലാക്കുമ്പോൾ 2000 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ഡിവൈഡഡ് ബൈ ചാർജിൻ്റെ വാല്യൂ 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0.2 ടെസ്ല. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0.2 ടെസ്ല. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 10⁻⁻31 10⁻⁻19 കട്ട് ചെയ്തിട്ട് ഒരു 10⁻⁻12 വരും. സോ ഈ 10⁻⁻12ഉം 10⁻3യും കൂടെ കട്ട് ചെയ്തൊരു 10⁻⁻9 വരും. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ടിനകത്ത് √4 ഇൻറ്റു 1.6 ഇൻറ്റു 9.1 ഇൻറ്റു 10⁻⁻9 വരും. ഡിനോമിനേറ്ററിൽ 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു 0.2 എങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ 7.5 ഇൻറ്റു 10⁻⁻4 മീറ്റർ എന്ന ആൻസർ വരും. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്, 7.5 ഇൻറ്റു 10⁻⁻4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 31. The field at the center of the loop of radius r due to a current of I ampere in the loop as shown in figure will be. അപ്പോൾ ഇവിടെ കറണ്ട് ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത് ഈ ഹാഫിൽ, അതുകൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു ദ പ്ലെയിൻ ആണ്. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കും. സോ അവർ രണ്ടുപേരും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഇവിടെ ക്യാൻസൽ ആയി പോകും. ഈ രണ്ട് സ്ട്രെയിറ്റ് വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്തായാലും 0 ആണ്. സോ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും, 0. നെക്സ്റ്റ് 32. If a charged particle is describing a circle of radius r in a magnetic field with a time period t, then അപ്പോൾ ടൈം പീരീഡ് t is equal to
2πm ഡിവൈഡഡ് ബൈ QB ആണ്. സോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് റേഡിയസ്. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്. T പ്രൊപ്പോർഷണൽ ടു R⁻0. R⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 33. കറണ്ട് ക്യാരിങ് പവർ ലൈൻ ക്യാരീസ് എ കറണ്ട് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പോൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് 1 മീറ്റർ എബോവ് ഇറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന സ്ഥലം ഈസ്റ്റ് ആയിട്ട് എടുക്കുക, ബാക്ക് വെസ്റ്റ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നോർത്ത്, റൈറ്റ് സൈഡ് സൗത്ത്. അപ്പോൾ കറണ്ട് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോകുന്നു എന്നാണ്. അപ്പോൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? തമ്പ് പോയിൻ്റ് ചെയ്യണം. അപ്പോൾ ഈ റിമൈനിങ് ഫിംഗേഴ്സ് ഇങ്ങനെ കർവ്ഡ് അപ്പോൾ മുകളിലത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. താഴെ ആകുമ്പോഴത്തേക്ക് സൗത്തിൽ നിന്ന് നോർത്തിലേക്കും. സോ ഇവിടെ ആൻസർ നോർത്ത് ടു സൗത്ത്, ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34. എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് ഇൻക്രീസ് ഇറ്റ്സ് വെലോസിറ്റി, ദെൻ ഇറ്റ്സ് റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് റേഡിയസ് R ഈസ് ഈക്വൽ ടു mv ബൈ QB ആണ്. അപ്പോൾ റേഡിയസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യും. സോ ആൻസർ ഓപ്ഷൻ 2. നെക്സ്റ്റ്, ആൻ ഇലക്ട്രോൺ ഹാവിങ് എ ചാർജ് E മൂവ്സ് വിത്ത് എ വെലോസിറ്റി u in x direction. ആൻ ഇലക്ട്രിക് ഫീൽഡ് ആക്ട്സ് ഓൺ ഇറ്റ് ഇൻ y direction. ദ ഫോഴ്സ് ഓൺ ദ ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജിൽ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലും നെഗറ്റീവ് ചാർജിൽ ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ആണ്, സോ നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തേക്കുന്നത് പോസിറ്റീവ് y ഡയറക്ഷനിലോട്ടാണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫോഴ്സ് നെഗറ്റീവ് y ഡയറക്ഷനിലോട്ടായിരിക്കും. സോ നെഗറ്റീവ് y ഡയറക്ഷൻ, ആൻസർ ഓപ്ഷൻ 2. നെക്സ്റ്റ് question number 36. If an object is 30 cm away from a concave mirror of focal length 15 cm, the image will be. അപ്പോൾ ഒബ്ജക്റ്റ് 30 cm ഫ്രം കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 15 cm. അപ്പോൾ ഫോക്കൽ ലെങ്ത് 15 cm, പക്ഷേ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് 30 cm. അപ്പോൾ ഒബ്ജക്റ്റ് 2Fലായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇമേജിന് ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് തന്നെ ആയിരിക്കും, റിയൽ ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ 4, ഓഫ് സെയിം സൈസ്. നെക്സ്റ്റ് 37. ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ് ഓൾവേസ് റിയൽ, തെറ്റാണ്. ഈസ് ഓൾവേസ് വിർച്വൽ, അതും തെറ്റാണ്. കാരണം ഒരു വിർച്വൽ ഇമേജിൻ്റെ റിയൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആർക്ക് പറ്റും? പ്ലെയിൻ മിററിന് പറ്റും. സോ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 3 ആണ്. സർട്ടൻലി റിയൽ ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് വിർച്വൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 38. ഇഫ് 2 മിറേഴ്സ് ആർ kept inclined at an angle 60 degree to each other and the body is placed at the middle, the total number of images that can be seen. അപ്പോൾ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് കണ്ടുപിടിക്കണമെങ്കിൽ n ഈസ് ഈക്വൽ ടു 360 ബൈ തീറ്റ മൈനസ് 1 ആണ്. 360 ഡിവൈഡഡ് ബൈ 60 മൈനസ് 1. സോ 6 മൈനസ് 1 5. സോ ആൻസർ ഓപ്ഷൻ 2, 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 39. A concave mirror of focal length produces a real image n times the size of the object. The distance of the image from the mirror is. അപ്പോൾ റിയൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ റിയൽ ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ m ഈസ് ഈക്വൽ ടു -n ആണ് അല്ലേ. റിയൽ ഇമേജ് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് വരും. ഇനി ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഫ്രം ദ മിറർ ആണ്. അപ്പോൾ v ആണ് കണ്ടുപിടിക്കേണ്ടത്. v ഈസ് ഈക്വൽ ടു, അതായത് നമ്മൾക്ക് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. മാഗ്നിഫിക്കേഷൻ m ഈസ് ഈക്വൽ ടു f മൈനസ് v ഡിവൈഡഡ് ബൈ f ആണ്. സോ -n ഈസ് ഈക്വൽ ടു f മൈനസ് v ഡിവൈഡഡ് ബൈ f വരും. സോ നമ്മൾക്ക് -nf ഈസ് ഈക്വൽ ടു f മൈനസ് v എന്ന് വരും. സോ v ഈസ് ഈക്വൽ ടു f പ്ലസ് nf. സോ n പ്ലസ് 1 ഇൻറ്റു f. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്. f ഇൻറ്റു n പ്ലസ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് f ഇൻ എയർ ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ mu is equal to 4/3. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ ഇൻ വാട്ടർ വിൽ ബി. f ആയിരിക്കും. അതായത് മിററിൻ്റെ ഫോക്കൽ ലെങ്തിന് അത് ഒരു ലിക്വിഡിനകത്തേക്ക് ഇമേഴ്സ് ചെയ്തു എന്ന് വെച്ച് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, റിമെയിൻസ് അൺചേഞ്ച്ഡ്. സോ ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും. നെക്സ്റ്റ്, എ ബീം ഓഫ് മോണോക്രോമാറ്റിക് ബ്ലൂ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 4200 ആംസ്ട്രോങ് ഇൻ എയർ ട്രാവൽസ് ഇൻ വാട്ടർ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3. ഇറ്റ്സ് വേവ് ലെങ്ത് ഇൻ വാട്ടർ വിൽ ബി. അപ്പോൾ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻ എയർ ഡിവൈഡഡ് ബൈ ലാംഡ ഇൻ മീഡിയം ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ 4/3 ഈസ് ഈക്വൽ ടു 4200 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻ വാട്ടർ.
അപ്പോൾ നമുക്ക് ലാംഡ ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4200 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 4. ദാറ്റ് മീൻസ് 3150 ആംസ്ട്രോങ്. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 42. ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേ ഈസ് 3 × 10⁻18 ഹെർട്സ്. ദ ഫ്രീക്വൻസി ആഫ്റ്റർ റിഫ്ലക്ഷൻ. അപ്പോൾ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രീക്വൻസിക്ക് വ്യത്യാസമൊന്നുമില്ല, റിമെയിൻസ് ദ സെയിം. ഓക്കെ, റിഫ്ലക്ഷന് ശേഷം ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ്, ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ ഇൻറ്റൻസിറ്റി ഓൺ ദ സ്ക്രീൻ അറ്റ് എ പോയിൻറ്റ് വെയർ പാത്ത് ഡിഫറൻസ് ഈസ് ലാംഡ ഈസ് കെ. അപ്പോൾ ഇൻറ്റൻസിറ്റി പാത്ത് ഡിഫറൻസ് ലാംഡ ഉള്ള സ്ഥലത്ത് കെ ആണ്. അപ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ ഐ മാക്സിമം ഈസ് ഈക്വൽ ടു 4 times ആർ വിച്ച് ഈസ് ഈക്വൽ ടു കെ ആണ്. ഓക്കെ, അതായത് ഐ മാക്സിമം ആണ് 4 times ഐ വരും. അതായത് നിങ്ങളുടെ പുതിയ ഇപ്പം സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നവരുടെ ഇൻറ്റൻസിറ്റി ഐ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇൻറ്റൻസിറ്റി 4 times I0. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. 4 times I0. അതായത് സൂപ്പർ ഇമ്പോസ് ചെയ്തവരുടെ ഇൻറ്റൻസിറ്റിയുടെ 4 times ആയിരിക്കും. അത് നമ്മൾ പഠിച്ചാണ്. വാട്ട് വിൽ ബി ദ ഇൻറ്റൻസിറ്റി അറ്റ് ദ പോയിൻറ്റ് വെയർ പാത്ത് ഡിഫറൻസ് ഈസ് λ/4. അപ്പോൾ പാത്ത് ഡിഫറൻസ് λ/4 ആണെങ്കിൽ കറസ്പോണ്ടിങ് ഫേസ് ഡിഫറൻസ് ഫൈ എന്ന് പറയുന്നത് π/2 ആണ്. ഓക്കെ, അത് നമുക്കറിയാമല്ലോ. അതായത് λ/4 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വേവ് മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. ഇങ്ങനെയാണ് പോകുന്നത്, 0 π/2. അപ്പോൾ ഇതാണ് λ/4 എന്ന് പറയുന്നത്. സോ λ/4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്ത് ഫേസ് ഡിഫറൻസ് π/2 ആണ്. ഓക്കെ, അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്കറിയാം. x/λ = 5/2π ആണ്. ആ റിലേഷൻ യൂസ് ചെയ്താലും മതി. അപ്പോൾ λ/4 = 5 / π/5 = π/2 എന്ന് വരും. അപ്പോൾ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്ന I = I1 + I2. അതായത് റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി I1 + I2 + 2 √I1 I2 cos φ എന്നാണ്. അപ്പോൾ ഈ cos φ 90 ആയി കഴിഞ്ഞാൽ അത് 0 ആയി പോകും. സോ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി I + I എത്ര വരും? 2I വരും. അപ്പോൾ ഇതിൻ്റെ 1/2 അല്ലേ ഉള്ളൂ. സോ അതുകൊണ്ട് എനർജി എന്തായിട്ടുണ്ടാവും? K/2 ടൈംസ് ആയിരിക്കും. ഓക്കെ, അതായത് ഇൻറ്റൻസിറ്റി K ആണെന്നാണ് പറഞ്ഞേക്കുന്നത് ലാംഡ പാത്ത് ഡിഫറൻസ് ഉള്ള സ്ഥലത്ത്. അപ്പോൾ λ/4 പാത്ത് ഡിഫറൻസ് ആണെങ്കിൽ ഇൻറ്റൻസിറ്റി എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? K/2 ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 44. ഇഫ് ലൈറ്റ് കമ്മിങ് ഫ്രം എ ഡിസ്റ്റൻറ്റ് സോഴ്സ് ഓഫ് അൺനോൺ ഷേപ്പ് ദെൻ വേവ് ഫ്രണ്ട് ആർ. ഓക്കെ, അതായത് അൺനോൺ സോഴ്സിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്, ഡിസ്റ്റൻറ്റ് സോഴ്സാണ്. അപ്പോൾ ഡിസ്റ്റൻറ്റ് സോഴ്സ് ആയതുകൊണ്ട് വേവ് ഫ്രണ്ട് എന്തായിരിക്കും? പ്ലെയിൻ ആയിരിക്കും. ഓപ്ഷൻ 4. നെക്സ്റ്റ്, YDSC is performed by 2 lights of yellow and green colors having fringe width β1 and β2. Then, അപ്പോൾ നമുക്കറിയാം ഫ്രിഞ്ച് വിഡ്ത്ത് β = λ/d/d ആണ്. സോ β1/β2 എന്ന് പറയുന്നത് λ ഓഫ് യെല്ലോ / λ ഓഫ് ഗ്രീൻ ആണ്. സോ λ ഓഫ് യെല്ലോ ഗ്രേറ്റർ ദാൻ λ ഓഫ് ഗ്രീൻ ആണ്. ദെയർഫോർ β1/β2 ഈസ് ഗ്രേറ്റർ ദാൻ 1. 1-നേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ 3. λ/λg എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ β1/β2 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 46. ഇഫ് റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2 വേവ്സ് ഈസ് 4:3 ദെൻ ദ റേഷ്യോ ഓഫ് മാക്സിമം ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റി. അപ്പോൾ നമുക്കറിയാം I മാക്സിമം ബൈ I മിനിമം എന്ന് പറയുന്നത് A1 + A2 ബൈ A1 - A2 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ A1/A2 എന്ന് പറയുന്നത് 4/3 ആണ്. അപ്പോൾ നമുക്ക് A1 = 4/3 ടൈംസ് A2 എന്നല്ലേ വരുന്നത്. ദെയർഫോർ I മാക്സിമം ബൈ I മിനിമം ഈസ് ഈക്വൽ ടു 4/3 A2 + A2 ബൈ 4/3 A2 - A2 the whole square. That means 7/3 divided by 1/3 the whole square, which is equal to 49. So answer 49:1. Option 3. Next question number 47. The energy of a photon of green light of wavelength 5000 Armstrong is. അപ്പോൾ എനർജി ഓഫ് എ ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് 5000 Armstrong എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനർജി E =
എച്ച് ന്യൂ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻³ ഇൻറ്റു സി 3 ഇൻറ്റു 10⁸. ലാംഡയുടെ വാല്യൂ 5000 ആംസ്ട്രോങ് ആണ്. സോ 5000 ഇൻറ്റു 10⁻10 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 3.973 ഇൻറ്റു 10⁻19 ജൂൾ കിട്ടും. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 48. മൊമെൻറ്റം ഓഫ് എ ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് ലാംഡ ഈസ്. അപ്പോൾ മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു അതായത് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി ആണ്. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി ആണ്. അതുകൊണ്ട് പി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ ആയിരിക്കും. മാറ്റർ വേവ്സ് ഇക്വേഷൻ അറിയാം, ദ ബ്രോയിസ് വേവ് ലെങ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 49. വാട്ട് ഈസ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വെൻ മെറ്റൽ വിത്ത് വർക്ക് ഫംഗ്ഷൻ 0.6 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഇല്ലൂമിനേറ്റഡ് വിത്ത് ലൈറ്റ് ഓഫ് 2 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് 50 ആണ്. അപ്പോൾ എച്ച് ന്യൂ എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ വോൾട്ടും 50 എന്ന് പറയുന്നത് 0.6 ഇലക്ട്രോൺ വോൾട്ടുമാണ്, അതായത് വർക്ക് ഫംഗ്ഷൻ. സോ 1.4 ഇലക്ട്രോൺ വോൾട്ടാണ്, അതായത് 1.4 ഇലക്ട്രോൺ വോൾട്ടാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ 4, 1.4 ഇലക്ട്രോൺ വോൾട്ട്. നെക്സ്റ്റ് മാക്സിമം കൈനറ്റിക് എനർജി ഇ കെ ഓഫ് എ ഫോട്ടോ ഇലക്ട്രോൺ വേരീസ് വിത്ത് ഫ്രീക്വൻസി ന്യൂ ഓഫ് ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആസ്. അപ്പോൾ നമ്മൾക്കറിയാം മാക്സിമം കൈനറ്റിക് എനർജി ഹാഫ് mv² ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് വർക്ക് ഫംഗ്ഷൻ 50 ആണ്. അപ്പോൾ അതുകൊണ്ട് കൈനറ്റിക് എനർജി കെ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് 50 ആണെങ്കിൽ കൈനറ്റിക് എനർജിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ആയിരിക്കും. പിന്നെ 50 എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻ്റർസെപ്റ്റാണ്, വൈ ഇൻ്റർസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്രാഫ് ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.